ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ശക്തമായി തന്നെ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോഴും ജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഇത്തരം ശക്തമായ തുടർ നടപടികൾ ഉണ്ടാവും. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ വിളക്കുപാറ ആയിരനെല്ലൂർ പാതയിൽ കനാലിന് സമീപം ഇറച്ചി മാലിന്യം തള്ളിയ കേസിൽ രണ്ടുപേരെ വനപാലകർ പിടികൂടി. ഏരൂർ പത്തടി ചരുവിള പുത്തൻവീട്ടിൽ 42 വയസ്സുള്ള ഷാജഹാൻ, കുളത്തുപുഴ പച്ചയിൽ കളയിൽ ദാസ് മൻസിലിൽ 42 വയസ്സുള്ള ജാഫർ ഖാൻ എന്നിവരാണ് പിടിയിലായത്. മാലിന്യം എത്തിച്ച പിക്കപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പിക്കപ്പിൽ എത്തിച്ച് അറവ് മാലിന്യം പാതയോരത്ത് നിന്നും വനമേഖലയിലെ തോട്ടിലേക്ക് തള്ളിയത്. മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ വനപാലകർക്ക് ലഭിച്ചിരുന്നു. ഇതാണ് അറവ് മാലിന്യം തള്ളിയവരെ പിടികൂടാനായത്. അഞ്ചൽ റേഞ്ചിലെ വിളക്കുപാറയ്ക്ക് സമീപം വനാതിർത്തിയിൽ തോടിനോട് ചേർന്ന് വേസ്റ്റ് നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയത് അന്വേഷിച്ച് അഞ്ചൽ റേഞ്ചിൽ OR 3/2025 ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 2 പ്രതികളെയും ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അതിൽ പ്രതികളായിട്ടുള്ളത് പത്തടി സ്വദേശിയായ ഒരു ഷാജഹാൻ, കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു ജാഫർ ഖാൻ എന്നിവരാണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ തെളിവെടുപ്പ് നടത്തി വന്യജീവി നിയമം ഉൾപ്പെടെ ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഏറെക്കുറെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമായി മാറിയിരിക്കുക. ഇങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ ശക്തമായി തന്നെ എടുത്ത് നടപടി സ്വീകരിക്കുമ്പോഴും ജനങ്ങൾക്ക് അതിന് ഉപകാരപ്രദമായി മാറും എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഇത്തരം ശക്തമായ തുടർ നടപടികൾ ഉണ്ടാവും. വനമേഖലയിൽ മാലിന്യം തള്ളി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തും വിധം പ്രവർത്തിച്ചു എന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇരുവരെയും മാലിന്യം തള്ളിയ സ്ഥലത്തെത്തിച്ച് വനപാലകർ തെളിവെടുപ്പുകൾ നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജികുമാർ അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ.